ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ 14-ാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 15 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ജോസഫിൻ്റെ സഹോദരന്മാർ ഭയപ്പെട്ടുകൊണ്ട് ജോസഫിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞ കാലത്ത് അവർ ചെയ്ത സംഭവങ്ങളെ പറ്റിയുള്ള ഒരു ക്ഷമയോതിരാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഹോപ്പ്, ട്രസ്റ്റ് ആൻഡ് ദ പ്രോമിസ് ഓഫ് ക്രൈസ്റ്റ് ഫോർഗിവ്നെസ്. നമ്മുടെ ആശ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നമ്മളോട് പാപം ക്ഷമിക്കുന്നതിൻ്റെ ആ വാഗ്ദത്തമാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് നമ്മുടെ പാവങ്ങളെ തിരുത്തുമ്പോൾ, നമ്മളെ പാവങ്ങളെ ക്ഷമിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൂടുതലായി നമുക്ക് ആശ വയ്ക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നാം കാണുന്നത് ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ഇസ്രായേലിൻ്റെ മരണത്തിന് ശേഷം വലിയൊരു പ്രതികാര ഭയം ഉണ്ടായിരുന്നു. ജോസഫ് അവരെ എന്തും ചെയ്യുവാനുള്ളതായ സാധ്യതകളുണ്ട് എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 15-ാമത്തെ വാക്യത്തിൽ അപ്പൻ മരിച്ചുപോയി എന്ന് ജോസഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ ജോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞു. അത് മാനുഷികമായ രീതിയിൽ അത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അവരോട് ചെയ്ത ദോഷം അതിഭയങ്കരമാണ്. നമുക്കറിയാം, സഹോദരനെ പൊട്ടക്കുഴിയിൽ ഇട്ടതിനു ശേഷം അപ്പൻ കൊടുത്തുവിട്ടതായ ആഹാരം വളരെ ഒന്നും അറിയാത്തവരെ പോലെ, നിഷ്കളങ്കന്മാരെ പോലെ ഇരുന്ന് കഴിക്കുന്നു. 42-ാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവർ അവൻ്റെ ആ കരച്ചിലിനെ തിരസ്കരിച്ച് കളഞ്ഞു. അവർ കേട്ടില്ല. അവരുടെ അത്യാഗ്രഹം കൊണ്ട് അവർ ജോസഫിനെ വിറ്റുകളഞ്ഞു. മാത്രമല്ല, അതിനുശേഷം തൻ്റെ പിതാവിനെ കളിപ്പിക്കേണ്ടതിനു വേണ്ടി താൻ ഇട്ടിരുന്നതായ വസ്ത്രം ഒരാടിൻ്റെ രക്തത്തിൽ മുക്കി പിതാവിനെയും കബളിപ്പിക്കുന്നു. അത് മുഖാന്തരമായിട്ട് ജോസഫിൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചു. ആദ്യമായിട്ട് അവൻ മിസ്രയീമിൽ ഒരു അടിമയായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം ഒരു കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അവൻ ആയിരുന്നു. അവരോട് പ്രതികാരം ചെയ്യുവാൻ ആരെങ്കിലും ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ജോസഫ് മാത്രമാണ്. കാരണം ഇത്രമാത്രം ദോഷമാണ് ജോസഫിനോട് അവർ ചെയ്തത്. അവർ നേരത്തെയും ജോസഫിൻ്റെ അടുക്കൽ വന്ന് വണങ്ങി, ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് എന്ന് പറഞ്ഞു. വീണ്ടും ഇവിടെയും നമുക്ക് ആ വണക്കം മുന്നോട്ടുള്ള ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. ജോസഫ് കണ്ട ആ സ്വപ്നം അതേപോലെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നാം കാണുന്നത് ജോസഫ് വളരെ കാര്യമായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പാവങ്ങളെ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. If you have accepted Jesus as Lord and Savior, have faith that your sins are forgotten. വലിയവനായ ദൈവത്തിൽ നാം ആശ്രയിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും നമ്മുടെ പ്രഭുവായിട്ട് നാം അംഗീകരിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കും. അത് എത്ര തന്നെ ആയിരുന്നാലും ആ പാവങ്ങളെ ക്ഷമിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
മത്തായിയുടെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, അതുപോലെ തന്നെ സങ്കീർത്തനം 103:12, യെശയ്യാവ് 44:12, അവിടെയൊക്കെ നാം കാണുന്നത് മനുഷ്യപുത്രന് ഈ ഭൂമിയിൽ പാവങ്ങളെ ക്ഷമിക്കുവാനായിട്ടുള്ളതായ അധികാരം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാപം എത്ര വലിയതായിരുന്നാലും ആ പാവങ്ങളെ വലിയവനായ ദൈവം ക്ഷമിക്കും എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ പാവങ്ങളെ അവൻ ഒരിക്കലും കണക്കെടുക്കുകയില്ല. നമ്മുടെ പാവങ്ങളെ അവൻ മുഴുവനായിട്ട് തുടച്ചു കളയും. അപ്പോൾ ആ രീതിയിൽ കർത്താവ് നമ്മോട് കാണിക്കുന്ന ആ വലിയ കൃപ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോസഫിൻ്റെ സഹോദരന്മാരെ പോലെയല്ല നാം ദൈവത്തിൽ നിന്ന്, കർത്താവിൻ്റെ നിന്ന് ആ ക്ഷമിച്ചതിൻ്റെയും അവൻ നമ്മുടെ പാവങ്ങളെ മറന്നതിൻ്റെയുമായുള്ളതായ അപൂർണ ഒരിത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിലും അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങളിലും സുവിശേഷങ്ങളിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ പാവങ്ങൾ അവൻ ഏറ്റവും മുഴുവനായിട്ട് തുറന്നു തന്നു. രണ്ടാമതായിട്ട് നാം കാണുന്നത്, ഫെയിലിംഗ് ടു ട്രസ്റ്റ് ഇൻ ജീസസ് ഫോർഗിവ്നെസ് വിൽ ഓൾസോ ഗ്രീവ് ഹിം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ ക്ഷമ, നമ്മുടെ പാവങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുന്നത്, അത് നാം വിശ്വസിക്കാതിരുന്നാൽ, അതിൽ നാം ആശ്രയിക്കാതിരുന്നാൽ കർത്താവ് അതിൽ ദുഃഖിക്കുന്നവനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നാം കാണുന്നത് 50-ാം അധ്യായം 16-17 വാക്യങ്ങൾ കാണുമ്പോൾ, അവർ ജോസഫിൻ്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുമ്പേ നിൻ്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവ ചെയ്ത അതിക്രമവും പാവവും നീ ക്ഷമിക്കണം എന്ന് ജോസഫിനോട് പറവീൻ എന്ന് കൽപ്പിച്ചു. ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. ആ ജോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. നോക്കുക, വീണ്ടും അവൻ നേരത്തെ പറഞ്ഞതാണ് ഞാൻ ക്ഷമിച്ചെന്ന്. അപ്പോൾ വീണ്ടും അവർ അത് പറയുമ്പോൾ അവൻ എന്തു ചെയ്യുകയാണ്? കരയുകയാണ്. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുഃഖം ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നാമും കർത്താവ് നമ്മോട് ക്ഷമിക്കേണ്ടതിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ അത് നാം വിശ്വസിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മോട് ദുഃഖിക്കുന്ന ഒരനുഭവം ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നാം കാണുന്നത്, ദോസ് ഹു റിജക്റ്റ് ക്രൈസ്റ്റ് ഫോർഗിവ്നെസ് വിൽ വൺ ഡേ ട്രെമ്പിൾ ഇൻ ഫിയർ ലൈക്ക് ജോസഫ്സ് ബ്രദേഴ്സ്. ഇവിടെ നാം കാണുന്നത് ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറയലോടുകൂടെ പോകുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മൾ പറഞ്ഞിരിക്കുന്നതായ ആ പാപക്ഷമ നാം സ്വീകരിക്കുന്നില്ല, അത് നാം തിരസ്കരിച്ച് കളയുകയാണെങ്കിൽ നിശ്ചയമായും ഈ ജോസഫിൻ്റെ സഹോദരന്മാരെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ വിറയലോടെ നിൽക്കേണ്ടതായിട്ട് വരും. ഈ ജോസഫ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടുപേരിലും തെറ്റുകൾ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടുപേരും മറ്റുള്ളവരുടെ ദേഷ്യം അനുസരിച്ച്, മറ്റുള്ളവർ അവരോട് കാണിച്ച അസൂയ മുഖാന്തരമായിട്ട് കഷ്ടങ്ങൾ അനുഭവിച്ചു. രണ്ടുപേർക്കും ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതി, മറ്റുള്ളവരെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയുള്ളതായൊരു പദ്ധതി രണ്ടുപേരിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോസഫിൻ്റെ സഹോദരന്മാരെ പോലെ നമുക്കും കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനെ യഥാർത്ഥമായിട്ട് കാണുമ്പോൾ ഈ വിശ്വസിക്കാത്തവർ അവൻ്റെ മുമ്പിൽ വളരെ വിറയലോടെ നിൽക്കുന്ന അനുഭവം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ റോമാലേഖനം 14:11 നാം കാണുന്നത്, അവരുടെയൊക്കെ മുട്ടുകൾ മടങ്ങും, അവർ വാഗൊണ്ട് ഏറ്റുപറയും കർത്താവ് തന്നെ ആണെന്ന് വളരെ വിറയലോടുകൂടെ പറയുന്ന അനുഭവം. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ഭൂമിയിലുള്ളതും ആകാശത്തിലുള്ളതും ഭൂമിക്ക് കീഴെയുള്ളതും സമുദ്രത്തിലുള്ളതും എല്ലാം ദൈവത്തിന്
മഹത്വവും ശക്തിയും എന്നേക്കും എന്ന് ഒടുവിൽ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ജോസഫിൻ്റെ സഹോദരന്മാരുടെ അതേ അനുഭവങ്ങൾ മനുഷ്യരായിരിക്കുന്ന നമ്മൾക്ക്, പാപികൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ വരുമ്പോൾ, അവൻ്റെ ആ ക്ഷമയിൽ നാം അംഗീകരിക്കാതെ വരുമ്പോൾ നമുക്ക് ഒരിക്കൽ ഇതുപോലെ വിറയ്ക്കേണ്ടി വരും. എൻ്റെ വാക്ക് കേട്ട ആരെങ്കിലും ഇതുവരെയും ആ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഒരിക്കൽ നമുക്ക് അവൻ്റെ മുമ്പിൽ വിറയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയ ഉപകാരങ്ങളെ, ആ രക്ഷണീയ പ്രവൃത്തിയെ അംഗീകരിച്ച് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.